ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകര മണ്ഡലത്തിൽ LDF സ്ഥാനാർത്ഥിയായിരുന്ന CPIM കേന്ദ്ര കമ്മിറ്റി അംഗം KK ശൈലജയുടെ വ്യാജ വീഡിയോ സമൂഹ മാധ്യമങ്ങളിൽ പ്രചരിപ്പിച്ച സംഭവത്തിൽ UDF നേതാവിന് പിഴ ശിക്ഷ വിധിച്ച് കോടതി. മുസ്ലിം ലീഗ് നേതാവിനാണ് തലശ്ശേരി ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതി ഇപ്പോൾ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. സന്തോഷ് കണ്ണൂരിൽ നിന്ന് വാർത്തയുടെ വിവരങ്ങളുമായി ചേരുകയാണ്. സന്തോഷ്, ഇപ്പോൾ കോടതി മുസ്ലിം ലീഗ് നേതാവിന് ഈ വിഷയത്തിൽ പിഴ ശിക്ഷ വിധിക്കുമ്പോൾ പൊളിഞ്ഞു വീഴുന്ന മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. അങ്ങനെ ഒരു സംഭവമേ നടന്നിട്ടില്ല എന്നായിരുന്നു UDF നേതൃത്വം എന്നും പറഞ്ഞുകൊണ്ടിരുന്നത്. ഇത് തെറ്റായ ആരോപണമാണ്, രാഷ്ട്രീയ പ്രേരിതമാണ് എന്നൊക്കെയായിരുന്നു UDF നേതൃത്വം ഇവിടെ എപ്പോഴും പറഞ്ഞുകൊണ്ടിരുന്നത്. അവരുടെ ആ വാദങ്ങൾ കൂടി പൊളിയിക്കുകയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്ന പിഴ ശിക്ഷ. തീർച്ചയായും മനു, ലോക്സഭാ തിരഞ്ഞെടുപ്പ് സമയത്ത് വടകരയിൽ മത്സരിച്ച KK ശൈലജ ടീച്ചർക്കെതിരെ വ്യാപകമായ രീതിയിലുള്ള വ്യാജ പ്രചരണങ്ങളാണ് സമൂഹ മാധ്യമങ്ങൾ വഴി നടന്നത്. ആ സമൂഹ മാധ്യമങ്ങൾ വഴിയുള്ള വ്യാജ പ്രചരണത്തിന് നേതൃത്വം നൽകിയ മുസ്ലിം ലീഗിന്റെ നേതാവിനെയാണ് ഇപ്പോൾ കോടതി ശിക്ഷിച്ചിരിക്കുന്നത്. മുസ്ലിം ലീഗിന്റെ ന്യൂമാഹി പഞ്ചായത്ത് കമ്മിറ്റി ചെയർമാനും വാർഡ് അംഗം കൂടിയായ പെരിങ്ങാടി പുള്ളിയുള്ളൽ പീടികയിലെ TH അസ്ലമിനാണ് തലശ്ശേരി കോടതി ഇപ്പോൾ 15,000 രൂപ പിഴ ശിക്ഷ വിധിച്ചിരിക്കുന്നത്. മുസ്ലിങ്ങൾ വർഗീയവാദികളാണെന്ന് ശൈലജ ടീച്ചർ പറയുന്നതായുള്ള ഒരു വ്യാജ വീഡിയോ ഉണ്ടാക്കുകയും അത് തിരഞ്ഞെടുപ്പ് സമയത്ത് വ്യാപകമായി പ്രചരിപ്പിക്കുകയും ചെയ്തിരുന്നു. അതിനെതിരെ ചൊക്ലി കവിയൂരിലെ VV അഷിത്ത് നൽകിയ പരാതിയിലാണ് ഇപ്പോൾ ഈ മുസ്ലിം ലീഗ് നേതാവിനെ ശിക്ഷിച്ചിരിക്കുന്നത്. ഇത് സമുദായ സ്പർദ്ധയുണ്ടാക്കാൻ ശ്രമിച്ചതടക്കമുള്ള വകുപ്പുകൾ ഇയാൾക്കെതിരെ ആ ഘട്ടത്തിൽ ചുമത്തിയിരുന്നു. ഇന്ന് 15,000 രൂപ പിഴ ശിക്ഷയാണ് ഇപ്പോൾ കോടതി വിധിച്ചിരിക്കുന്നത്. ആ ഘട്ടത്തിൽ തന്നെ മുസ്ലിം ലീഗ് UDF നേതാക്കന്മാർ ആവർത്തിച്ച് വ്യക്തമാക്കിയത് അത്തരത്തിലുള്ള വ്യാജ പ്രചരണങ്ങൾക്കൊന്നും തന്നെ നേതൃത്വം നൽകിയിട്ടില്ല. അതെല്ലാം തന്നെ LDF തന്നെ അത്തരത്തിലുള്ള പ്രചരണങ്ങൾ നടത്തിയത് ആണ് എന്നുള്ള തരത്തിലായിരുന്നു വ്യാപകമായിട്ടുള്ള രീതിയിൽ ഈ സ്ഥാനാർത്ഥിയായിട്ടുള്ള ഷാഫി പറമ്പിൽ ഉൾപ്പെടെയുള്ളവർ അന്ന് പ്രചരിപ്പിച്ചിരുന്നത്. ഏതായാലും ഇപ്പോൾ കോടതി ഇതിന്റെ യഥാർത്ഥ വസ്തുതകൾ പരിശോധിച്ച് ഈ പ്രതിയെ ഇപ്പോൾ കുറ്റക്കാരനാണെന്ന് കണ്ടെത്തി ശിക്ഷ വിധിച്ചിരിക്കുകയാണ്. അത് UDF നേതൃത്വത്തിന് കനത്ത തിരിച്ചടി കൂടിയായി മാറിയിരിക്കുകയാണ്. മാനു, തീർച്ചയായും വിവരങ്ങളാണ് സന്തോഷ് കണ്ണൂരിൽ നിന്ന് നൽകിയത്.